കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരുപാട് മനുഷ്യർ ധാരാളം പൈസ ചെലവഴിച്ച് മനോഹരമായ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുന്നവരാണ്. പുതിയ ഫാഷൻ അനുസരിച്ച് സെലിബ്രിറ്റീസ് എടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രം വേറൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും ചില വസ്ത്രധാരണങ്ങൾ മനുഷ്യൻ്റെ മാന്യതയ്ക്ക് പോലും ചേരാത്ത വണ്ണം ശരീരം പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ എപ്രകാരമാണ് വസ്ത്രം ധരിക്കേണ്ടത്? ആദ്യം തന്നെ ആദത്തിനും ഹവയ്ക്കും ഒരു വസ്ത്രം കൊടുത്ത ഒരു ദൈവത്തെ മറക്കരുത്. ജീവിതത്തിൽ അവർക്ക് നഗ്നത അനുഭവപ്പെട്ടപ്പോൾ ദൈവം തോലുകൊണ്ടൊരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. അപ്പം നഗ്നത മറയ്ക്കാനൊരു വസ്ത്രമുണ്ട്. സത്യത്തിൽ ദൈവമായിരുന്നു അവരുടെ വസ്ത്രം. അത് നമ്മൾ മനസ്സിലാക്കും. റോമാക്കാർക്കുള്ള ലേഖനം അതിൽ 13-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. വചനം പറയുകയാണ്, നമ്മൾ കർത്താവിനെയാണ് ധരിക്കേണ്ടത്. അപ്പം നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഒരു ഈശോയെ മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് കഴിയണം. നമ്മുടെ വസ്ത്രം മറ്റുള്ളവരിൽ ഒരു ദൈവ വിചാരമുണ്ടാക്കാൻ കഴിയണം. മറ്റുള്ളവർക്ക് ഒരു നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം. നമ്മുടെ വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് അവരുടെ അന്തസ്സിനെ ഉയർത്തി കാണിക്കുവാനും ഉള്ള ഉതകുന്ന വസ്ത്രമായിരിക്കണം. അവരുടെ അഭിമാനം നശിപ്പിക്കാനോ ക്ഷയിപ്പിക്കുവാനോ അവരുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നതായിരിക്കരുത്. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ. അതെ, നമ്മൾ ധരിക്കേണ്ട വസ്ത്രം യേശുവിനെയാണ്. എന്നെയും നിങ്ങളെയും കാണുമ്പോൾ, നമ്മുടെ വസ്ത്രങ്ങൾ കാണുമ്പോൾ യേശുവിനെ കാണുവാനുള്ളൊരു കൃപ അവർക്കുണ്ടാകണം. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. നമ്മൾ ശരീരത്തെയാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ നമുക്കിത് മനസ്സിലാവുകയില്ല. എന്നാൽ ക്രിസ്തുവിനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ വസ്ത്രങ്ങൾ, ക്രിസ്തു ഒരു വസ്ത്രമായി നമ്മുടെ ശരീരത്തിൽ ഒരു ആവരണമായി, സംരക്ഷണമായി, വിശുദ്ധിയായി, ദൈവിക കൃപയായി മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കുപരി നാം ചിന്തിക്കേണ്ടത് ഞാൻ ക്രിസ്തുവിനെ ധരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? നമുക്കത് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൊക്കെ ഒരു ക്രിസ്തു ഉണ്ടാകട്ടെ. ഇതെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ, പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ, കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ, കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.